PRDയുടെ വിവാദ പത്രപരസ്യം ഇരുണ്ട കാലത്തിനെതിരായ ഹർജിയിൽ കോൺഗ്രസിന് തിരിച്ചടി. ഹർജി പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. മറുപടി നൽകാൻ സർക്കാരിന് 10 ദിവസം സമയം അനുവദിച്ചു. UDF സർക്കാർ അധികാരത്തിലിരുന്ന 5 വർഷം ഇരുണ്ട കാലമെന്ന് വിശേഷിപ്പിച്ചായിരുന്നു മാർച്ച് 5-ന് PRDയുടെ വിവാദ പത്രപരസ്യം. പ്രമുഖ ദിനപത്രങ്ങളിൽ നൽകിയ ഡബിൾ ജാക്കറ്റ് പരസ്യം നിയമവിരുദ്ധമാണെന്നായിരുന്നു കോൺഗ്രസിന്റെ പൊതുതാൽപര്യ ഹർജിയിലെ വാദം. എന്നാൽ ഹർജി പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ബോധ്യപ്പെടുന്നില്ലെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിരീക്ഷണം. കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം പൊതുതാൽപര്യ ഹർജിയിലൂടെ ഉന്നയിക്കാനാകുമോ എന്ന് ആദ്യം പരിശോധിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച്. പരസ്യവുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്ന കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഹർജിയിൽ മറുപടി നൽകാൻ ഹൈക്കോടതി സർക്കാരിന് 10 ദിവസം സാവകാശം നൽകി. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരോൺ പനക്കലും നൽകിയ ഹർജികളിലാണ് നടപടി. പരസ്യം സുപ്രീംകോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നായിരുന്നു ഹർജിക്കാരുടെ പ്രധാന വാദം. പരസ്യത്തിന്റെ പണം ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കണമെന്നും പരസ്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നുമായിരുന്നു പൊതുതാൽപര്യ ഹർജിയിലൂടെ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ച ആവശ്യം. കോൺഗ്രസ് നേതാക്കളുടെ ഹർജി ഹൈക്കോടതി 4 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.